ചിത ജിഹാദിന് ശേഷം ഏറ്റെടുക്കൽ ജിഹാദ്. നാരായണേട്ടന്റെ ചിത എരിഞ്ഞടങ്ങി, എന്നിട്ടും ചിലരുടെ കോലാഹലം അവസാനിച്ചിട്ടില്ല. അതിനുശേഷം 6 പേരെ ഞാൻ ഏറ്റെടുത്ത് ഷെയ്ഖ് സായിദ് വൃദ്ധമന്ദിരത്തിൽ അഭയം നൽകി. 5 പേരെയും എന്റെ സ്ഥാപനത്തിൽ എത്തിച്ചത് BJP കൗൺസിലർമാരാണ്. അവർക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇത്രയും വിവാദത്തിന് ശേഷവും അവർ അമ്മമാരെ എന്നെ ഏൽപ്പിക്കുന്നത്. എന്നിട്ടും മുഖമില്ലാത്ത ചില പ്രൊഫൈലിൽ നിന്നും വരുന്ന വൃത്തികെട്ട വാക്കുകൾ അങ്ങേയറ്റം അസഹനീയം. അവരോട് ഒന്നേ പറയാനുള്ളൂ, മനുഷ്യനാകടോ. മരിച്ചാൽ ഒരു പിടി ചാരമായും മണ്ണിലെ പുഴുക്കളുടെ ഭക്ഷണമായും ഇല്ലാതാകുന്ന വെറുമൊരു മാംസപിണ്ഡം മാത്രമാണ് നീയും ഞാനും. ഇർഫാൻ ഇക്ബാൽ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് ചെയർപേഴ്സൺ ഒക്കെ ആയിട്ടുള്ള ഷെയ്ഖ് സായിദ് ഓൾഡ് ഏജ് ഹോമിന്റെ എല്ലാമായിട്ടുള്ള ഇർഫാൻ ഇക്ബാലിന്റെ വാക്കുകളാണ്. ഇർഫാൻ ഇക്ബാല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ആ നന്മ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നന്മ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവരുടെ മുന്നില്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നില് തോറ്റ് തുന്നം പാറുന്ന, ഒന്നിനും കൊള്ളാത്തവരായി മാറുന്ന ഒരു വിഭാഗമുണ്ട്, ഒരു കൂട്ടമുണ്ട്. വേനലിൽ എണ്ണാവുന്ന ചില എണ്ണങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇർഫാൻ ഇക്ബാലിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്, വലിയ രീതിയിൽ അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം അവരെല്ലാം ചെയ്യേണ്ട കാര്യങ്ങള്, അവര് ഹിന്ദുവിന് വേണ്ടി, ഹിന്ദുവിന്റെ ശാക്തീകരണത്തിന് വേണ്ടി, ഹൈന്ദവർക്ക് വേണ്ടി, ഹൈന്ദവ മതത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് മാത്രം കുരച്ചു നടക്കുന്ന കുറച്ചെണ്ണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവരാരും പ്രവർത്തിക്കുന്നത് ഹിന്ദുവിന് വേണ്ടിയുമല്ല, ലോകത്തുള്ള ഒരു മനുഷ്യനും വേണ്ടിയല്ല. അവര് പ്രവർത്തിക്കുന്നത് അവരുടേതായ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാ. അപ്പോ അങ്ങനെയുള്ളിടത്ത് ഇവര് ചെയ്യേണ്ട, ഈ സംഘ് പരിവാർ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഹോൾസെയിൽ സംരക്ഷകരാണെന്ന് അവകാശപ്പെടുന്നവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങള് ഇർഫാൻ ഇക്ബാലിനെ പോലെയുള്ള ജനപ്രതിനിധികൾ ചെയ്തു വെക്കുന്നത് കാണുമ്പോ സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നതിലും വലിയ വേദനയാണ് ഇർഫാൻ ഇക്ബാലിന്റെ ഓരോ പ്രവർത്തനങ്ങളും, ഓരോ നന്മകളും. അല്ലേ? നാരായണേട്ടന്റെ ചിത എരിഞ്ഞു തുടങ്ങിയത് മുതൽ തുടങ്ങിയതാണ് ഈ കൂട്ടരുടെ വല്ലാത്തൊരു അസഹിഷ്ണുത, അവരുടെ വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം നാരായണേട്ടൻ സംഘ് പരിവാർ പ്രവർത്തകനായിരുന്നു, നാരായണേട്ടൻ RSS കാരനായിരുന്നു. പക്ഷേ നാരായണേട്ടന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു സംഘ് പ്രവർത്തകനും കൂടെ ഉണ്ടായില്ല, ഒരു കൈത്താങ്ങായിട്ട്. എന്തിന്? ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ. ക്യാൻസർ പിടിപെട്ട് നരകയാതന അനുഭവിച്ച് വേദനയിൽ ഇങ്ങനെ എരിഞ്ഞ് തീരുമ്പോഴും നാരായണേട്ടൻ ഒരു കൈത്താങ് സഹായമായിട്ട് ഒരു സംഘ് പരിവാറുകാരനും എവിടെയും ഉണ്ടായിരുന്നില്ല. ആ പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ നാരായണേട്ടൻ എന്ന് പറയുന്ന സംഘ് പരിവാറുകാരൻ നരകയാതന അനുഭവിച്ചപ്പോ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ, ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയുടെ അതിക്രൂരമായ വേദനയിൽ പുളയുമ്പോഴും നാരായണേട്ടനെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു സംഘ് പരിവാറുകാരനും ഉണ്ടായില്ല. അവിടെ നിന്ന് നാരായണേട്ടനെ ഏറ്റെടുത്തു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു, അവിടെ ചികിത്സക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തത് ഇർഫാൻ ഇക്ബാല്. അവിടെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ഇർഫാൻ ഇക്ബാലിനെ സന്നദ്ധമാക്കി കൊടുത്ത ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ ഇരിക്കുമ്പോൾ നാരായണേട്ടൻ മരണപ്പെടുന്നു. തിരിഞ്ഞു നോക്കാൻ ഒരു സംഘ് പരിവാറിന്റെ പട്ടിയും ഉണ്ടായില്ല, സംഘ് പരിവാറുകാരൻ ഒരുത്തനും ഉണ്ടായില്ല. നാരായണേട്ടന്റെ മൃതശരീരത്തെ ഒന്ന് ഏറ്റുവാങ്ങി കർമ്മങ്ങൾ ചെയ്തു തീർത്ത് ഒന്ന് അടക്കം ചെയ്യാൻ ഒരു സംഘ് പരിവാറിന്റെ പട്ടിയും ഉണ്ടായിരുന്നില്ല. അവിടെയും ഇർഫാൻ ഇക്ബാൽ ഉണ്ടായി. അവരത് കൃത്യമായിട്ട് ചെയ്തു. അവരത് ചെയ്തു എന്ന് മാത്രമല്ല, അതിനുശേഷവും അവർ എത്രയോ അമ്മമാരെ അവർ ഏറ്റെടുത്തു. അല്ലെ? മീനാക്ഷി അമ്മയെ ഏറ്റെടുത്തു, പത്മാവതി അമ്മയെ ഏറ്റെടുത്തു, കുഞ്ഞിക്കണ്ണേട്ടനെ ഏറ്റെടുത്തു. അങ്ങനെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് ഇവരൊക്കെ എന്നുള്ളതും ഓർക്കണം നിങ്ങൾ. സ്വന്തം നൊന്ത് പെറ്റ മക്കള്
പിടിച്ച് പുറത്താക്കിയ അമ്മമാരെ ഏറ്റെടുത്ത് ഷെയ്ഖ് സായിദ് ഓൾഡ് ഏജ് ഹോമിൽ എത്തിച്ച് അവിടെ കൃത്യമായ പരിചരണങ്ങളും മരുന്നുകളും ഭക്ഷണങ്ങളും തലചായ്ക്കാൻ ഇടവും നൽകി അവരെ സംരക്ഷിക്കാൻ ഇർഫാൻ ഇക്ബാൽ തയ്യാറായി. സംഘപരിവാറുകാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ തോൽവി വേറെയുണ്ടോ? കേരളത്തിന്റെ മണ്ണിലെ കേരളത്തിന്റെ പൊതുസമൂഹം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചതാടാ സംഘപരിവാറുകാരാ നിന്നെ. ആ മണ്ണില് വേരൂന്നാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ ഇവർക്ക് തന്നെ വിനയാവുകയാ. അപ്പോ അവിടെയാണ് ഇർഫാൻ ഇക്ബാലിന്റെ പ്രവർത്തനങ്ങള് അത് മനുഷ്യത്വമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അവർ ഈ കഴിഞ്ഞ ദിവസങ്ങള് ഏറ്റെടുത്തത് 5-10 ആളുകളെയാണ്. വലിയ സെറ്റപ്പിലൊന്നുമല്ല അവരുടെ ഓൾഡ് ഏജ് ഹോം നടന്നു പോകുന്നത്. വലിയ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന ആ ഓൾഡ് ഏജ് ഹോമിൽ അവിടെ ഇപ്പോഴും അനാഥരായിട്ട് പുറം ലോകത്തേക്ക് തെരുവിലേക്ക് തള്ളപ്പെടുന്ന അമ്മമാർക്ക് അച്ഛന്മാർക്ക് തണലേകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ കാണുമ്പോൾ സംഘപരിവാറുകാരന് ഉരുപൊട്ടും, അവൻ തെറി വിളിക്കും. അവനെ കൊണ്ട് ആകെ കഴിയുന്നത് എന്താ? ഇത് മാത്രം. ആർക്കെങ്കിലും ഒരു രൂപയുടെ ഉപകാരം ചെയ്യാൻ ഈ സംഘപരിവാറുകാരന് സാധിക്കുമോ? അത് സാധിക്കൂല. ഒന്ന് കൈത്താങ്ങാവാൻ സാധിക്കോ? അതും സാധിക്കൂല. പിന്നെ എന്ത് സാധിക്കും? തെറി വിളിക്കാൻ, അപരമത വിദ്വേഷം പ്രചരിപ്പിക്കാൻ, വെറുപ്പ് പ്രചരിപ്പിക്കാൻ, വിദ്വേഷം പ്രചരിപ്പിക്കാൻ, നുണകൾ പ്രചരിപ്പിക്കാൻ. ഇതിന് മാത്രമായിട്ട് ഒരു സംഘം ശവംദീനികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ അക്ഷരാർത്ഥത്തിൽ അതാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. അപ്പോ ആ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇർഫാൻ ഇക്ബാൽ എന്ന് പറയുന്ന ഹിജാബ് അണിയുന്ന ഒരു മുസ്ലിം യുവതി വന്നിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് കാണുമ്പോൾ സംഘപരിവാറുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ വല്ലാത്ത വിഷമാ, വല്ലാത്തൊരു നിരാശയാ, വല്ലാത്തൊരു അസ്വസ്ഥതയാ. ആ കാഴ്ചകള് ഇർഫാൻ ഇക്ബാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന കാഴ്ചകള് സംഘപരിവാറുകാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാ. അപ്പൊ അവര് തെറി വിളിക്കൂ. തെറി എന്ന് പറഞ്ഞാൽ ഡിക്ഷണറികളിൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള തെറി, അസഭ്യം പറഞ്ഞ് അധിക്ഷേപിക്കുക. എന്തേ കാരണം? ഇവര് ചെയ്യേണ്ട കാര്യം മറ്റൊരാൾ ചെയ്യുന്നതിന് തിന്നൂല്ല നീറ്റിക്കൂല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതന്നെ ഇവര് ചെയ്യേണ്ടത് മറ്റൊരാൾ ചെയ്യുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. കാരണം ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയോ? ഏതെങ്കിലും ഒരു പാവത്തിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ഒരു കിടപ്പാടം ഒരുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കോ? ഇവരെ കൊണ്ട് എന്ത് സാധിക്കും? ഇവരെ കൊണ്ട് സാധിക്കുന്നത് രാമനെ കൊള്ളയടിക്കാൻ, ആ കൊള്ളയടിച്ച പണം നക്കാൻ, അത് വൃഷാടം വെട്ടി വിഴുങ്ങാൻ. ഇതിനൊക്കെ മാത്രമേ സംഘപരിവാറുകാരന് സാധിക്കുകയുള്ളൂ. അപ്പോ ഈ പറയുന്ന അധിക്ഷേപവും തെറിവിളിയും നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെയാണ് ഇർഫാൻ ഇക്ബാൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഒറ്റ വാക്കേ അവര് പറഞ്ഞുള്ളൂ. എന്താണ്? മനുഷ്യനാകടോ, മനുഷ്യനാകടോ. മരിച്ചാൽ ഒരു പിടി ചാരം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ കത്തിക്കും, അല്ലെങ്കിൽ കബറിൽ അടക്കും. രണ്ടാണെങ്കിലും കത്തിച്ചാൽ ചാരം ബാക്കിയാകും, മണ്ണിലടക്കിയാൽ മണ്ണിലെ പുഴുക്കൾക്ക് ഭക്ഷണമാകും. ഇതിനപ്പുറം ഒരു മനുഷ്യനില്ല. മനുഷ്യനാകടോ എന്നാണ് ഇർഫാൻ ഇക്ബാൽ പറയുന്നത്. പക്ഷേ ഇർഫാൻ ഇക്ബാലിന് പറയാൻ എളുപ്പാ. പക്ഷേ ഈ പറയുന്ന സംഘപരിവാറുകാരനും മനുഷ്യനാകാൻ കഴിയോ? നെവർ എവർ. ഇവരുടെയൊക്കെ തന്തമാരൊരു 10,000 ജന്മം കൂടി ഇവർക്ക് നൽകിയാലും മനുഷ്യനാവില്ല, മനുഷ്യ രൂപേ ഉണ്ടാവുള്ളൂ. മനസ്സുകൊണ്ട് മനുഷ്യനാകാൻ ഇവറ്റകൾക്ക് സാധിക്കില്ലെന്നേ. കാരണം ഈ ഇവറ്റകളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ പച്ച നുണയുടെ പുറത്ത്, വിദ്വേഷവും വെറുപ്പിന്റെയും പുറത്ത്, അപരമത വിദ്വേഷത്തിന്റെ പുറത്ത്. ഈ വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ കുത്തി നിറച്ചിട്ട് ഇവരുടെ മനസ്സിങ്ങനെ കത്തിജ്വലിക്കുകയാ ആ വെറുപ്പിനാല്, ആ വിദ്വേഷത്താല്. അതുകൊണ്ട് ഇവറ്റകൾക്ക് മനുഷ്യനാവാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട എന്നുള്ളതാണ്. അതെ, ഇവരെ കൊണ്ടത് സാധിക്കില്ല എന്നുള്ളതാ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപം, തെറിവിളി, ഭീഷണി ഒക്കെ മുഴക്കിക്കൊണ്ട് ഒരു സംഘപരിവാറുകാരൻ രംഗത്തെത്തിയിരിക്കുകയാ അല്ലെ. എന്നിട്ട് ആ സംഘപരിവാറുകാരനെ ചൂണ്ടിയിട്ട് അവൻ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ അധിക്ഷേപം നടത്തുന്നതും സംഘപരിവാറുകാർ തന്നെ.
ജനാർദ്ദനന്റെ മകൻ, പരപ്പനങ്ങാടിയിലെ ജനാർദ്ദനന്റെ മകൻ മിഥുൻ നരേന്ദ്രമോദിക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയപ്പോ അവൻ മിഥുനല്ല, അവൻ മുഹമ്മദാണെന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ അധിക്ഷേപങ്ങൾ അഴിച്ചു വിടുന്നതും സംഘപരിവാറുകാര്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാജ്യം കണ്ട കലാപങ്ങള് ചേർത്ത് പിടിക്കലല്ല, അക്രമം, വെറുപ്പ്, വിദ്വേഷം, കൊലപാതകം, പീഡനം, ബലാത്സംഗം, ഇതിന്റെയൊക്കെ ഉപജ്ഞേതാക്കള് ഈ രാജ്യത്തെ സംഘപരിവാറുകാരാണെന്നുള്ളതാണ്. അപ്പോ ഈ സംഘപരിവാറുകാരനോട് നീ മനുഷ്യനാകടോ എന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥവും ഉണ്ടോ? ഇല്ല എന്നുള്ളതാ. കാരണം മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവരെ തൊട്ട് തീണ്ടിയിട്ടില്ല. ഇവറ്റകളെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയില്ല. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ രാമന്റെ സ്വത്ത് പോലും കൊള്ളയടിക്കണമെങ്കിൽ ഒരു ഹൈന്ദവനെ കൊണ്ടത് സാധിക്കുമോ? ഇവർക്ക് ആരോടും ഒരു രീതിയിലുള്ള ആത്മാർത്ഥതയുമില്ല. ഇപ്പൊ സംഘപരിവാറുകാരൻ രാമനെ കൊള്ളയടിച്ചു, രാമന് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത് തന്നെ എന്നല്ലേ പറയുന്നത്, എന്നല്ലേ അവകാശപ്പെടുന്നത്, അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, പരപ്പനങ്ങാടിയിലെ ജനാർദ്ദനന്റെ മകൻ മിഥുൻ RSSകാരൻ, അവൻ നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുകയാ, നരേന്ദ്രമോദിയെ കേട്ടാലറക്കുന്ന തെറി വിളിക്കുകയാ. ആ RSSകാരന് നരേന്ദ്രമോദിയോട് പോലും ഇച്ചിരി ആത്മാർത്ഥത അതില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിനെതിരെ നിങ്ങൾക്ക് തെറി പറയാനോ അധിക്ഷേപിക്കാനോ ഭീഷണിപ്പെടുത്താനോ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അപ്പോ RSSകാരന് അവൻ ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയോട് പോലും ഒരിച്ചിരി ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞാൽ ഇവറ്റകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വെറുപ്പും വിദ്വേഷവും കുത്തി നിറച്ചത് കാണണം. മനുഷ്യത്വം എന്ന് പറഞ്ഞത് ഇവറ്റകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാ. അവറ്റകളോട് മനുഷ്യനാകണോ എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം?